വീണ്ടും വള്ളിപ്പുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ ഖുർആൻ നിലനിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഒരു വാദത്തെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ സീരീസിലെ അടുത്ത എപ്പിസോഡാണ്. ഇതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. എന്ന അക്ഷരം നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൂറത്ത് തൗബയിലെ 107-ാമത്തെ ആയത്തിനെ കുറിച്ചാണ്. 107-ാമത്തെ വചനം. അതിൽ ആദ്യം നമുക്ക് ഹഫ്സ് ഖുർആൻ എന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ യൂസ് ചെയ്യുന്ന ഹഫ്സ് ഖുർആനിലെ ആയത്ത് ജസ്റ്റ് നോക്കാം. വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫ്റാ, ഇങ്ങനെ ഒരു ആയത്ത് ഇങ്ങനെ തുടങ്ങുകയാണ്. ഈ ആയത്തിൽ തുടക്കത്തിൽ വരുന്ന വല്ലദീന എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ചർച്ച. ഇവിടെ കണ്ടോ, വല്ലദീന തഖദൂ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇനി ഇത് വർഷിലേക്ക് വരുന്ന സമയത്ത്, വർഷ് എന്ന് പറയുമ്പോൾ മൊറോക്കോ പോലുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന, ചില ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് അറിവുണ്ട്. അങ്ങനെ മറ്റു പല രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രതിയാണ്. അതായത് ഹഫ്സ് ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കുന്നത് വർഷ ഖുർആനാണ്. ആ വർഷ ഖുർആനിൽ ഇതാ 107-ാമത്തെ ആയത്ത്, ഹഫ്സിലെ 107, വർഷിലെ 108-ാമത്തെ ആയത്താണ് കേട്ടോ. അങ്ങനെ ആയത്തിൻ്റെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഏതായാലും ആയത്ത് സെയിം ആയത്താണ്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുക അവിടെ എങ്ങനെ കിടക്കണമെന്ന്. അല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറാ എന്നുള്ളത്. അല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറാ. ഇവിടെ പോയി, മിസ്സിംഗ് ആണ്. സൗദിയിൽ നിന്നും ഖുർആൻ പകർത്തെഴുതിയ റസ്മുൽ ഉസ്മാനി, ആ റസ്മ് മൊറോക്കോയിലെത്തിയപ്പോഴേക്ക് മിസ്സായി എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതല്ല, ഈ വർഷവും ഹഫ്സൊക്കെ ആ റസ്മിൻ്റെ ഭാഗമാണെങ്കിൽ ഇതെങ്ങനെയാണ് രണ്ട് ഉൾക്കൊള്ളാതെയൊക്കെ എഴുതുക എന്നുള്ളത്, എങ്ങനെ ഈ റസ്മിൽ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് മറുപടി യൂട്യൂബിലുള്ള ഈ സെയിം വീഡിയോൻ്റെ കമൻറ്റിൽ ഒരാൾ വന്നിട്ട് കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. അതിലെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ഖുർആൻ ചരിത്രം എന്ന് പറയുന്ന ഇൻഫിഡൽസിലെ ഒരു സീരീസ് പോകുന്നുണ്ട്. അത് ഇടയിലൊന്ന് നിന്നുപോയി, അത് തുടരുന്നതാണ്. അതിലും കുറേ കമൻറ്റുകളുണ്ട് ഇത്തരത്തിലുള്ള, അതൊക്കെ വായിക്കണം. കാഴ്ചക്കാരോടാണ് പറയുന്നത്. അപ്പോൾ അതിലൊക്കെ ഉള്ള കമൻറ്റുകളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. പിന്നെ ഈ സീരീസിൽ താഴെ വരുന്ന കമൻറ്റുകളിലുള്ള കാര്യങ്ങൾ 1 by 1 ആയിട്ട് തന്നെ നമ്മൾ ഇത്തരം ഓരോ എപ്പിസോഡിലും അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് അതിൽ അഡ്രസ്സ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്. അതിനുശേഷം വീണ്ടും ആയത്തിലേക്ക് വരും. 2 കാര്യങ്ങൾ. അതിലൊന്ന്, ഈ റസ്മുൽ ഉസ്മാനിയുടെ ആ ഒരു സ്കെലിട്ടണിൽ ചേഞ്ച് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ആ കമൻറ്റുകാരൻ അംഗീകരിച്ചു. യെസ്, സ്കെലിട്ടണിൽ ചേഞ്ച് ഉണ്ട്. എന്നാൽ അത് ഓരോ ഖിറാഅത്തിനനുസരിച്ച് ആ സ്കെലിട്ടണിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്നുള്ള രീതിയിലാണ് വ്യത്യസ്ത നാടുകളിലേക്ക് ഉസ്മാൻ എഴുതി അയച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. പച്ച നുണ, ശുദ്ധമായ കളവ്. ഇമാം ജസരി എന്നൊക്കെ പറഞ്ഞിട്ട് പേരൊക്കെ എഴുതി വെച്ചിട്ട് മൂപ്പര് ആധികാരികമായി പച്ച നുണ തട്ടിവിടാണ്. അങ്ങനെ എവിടെയും കിട്ടൂല. ഉസ്മാന്റെ ഖുർആൻ ക്രോഡീകരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ അർത്ഥശങ്കകൾക്ക് ഇടയില്ലാത്ത വിധം ആ രീതിയിൽ വരുന്ന ഖിറാഅത്തിലെ പാരായണ വ്യത്യാസങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു ഏകീകൃതമായ ശൈലി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ രീതിയിൽ ഏകീകൃതമായ ശൈലി വരാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി എഴുതാനിരുത്തുമ്പോൾ ഉസ്മാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഭിന്നിക്കുന്ന ഇടങ്ങളിൽ, അതായത് ഖുർആൻ അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ പരസ്പരം പറഞ്ഞ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഭിന്നിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഖുറൈശ് ശൈലി പ്രകാരം നിങ്ങൾ എഴുതണം. കാരണം ഖുർആൻ ഇറങ്ങിയത് ഖുറൈശികളുടെ ശൈലിയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സബഅത്ത് അഹ്റുഫിൻ പൊക്കി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ആ ഹദീസ് പൊക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. കൺഫ്യൂഷൻ ആകണ്ട. ആ ഹദീസുകാരോട് പറയുന്നത് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. അതിലോ പറയുന്നുണ്ട് എന്ത്, ആദ്യം ഇറങ്ങിയത് ഖുറൈശിൻ്റെ ശൈലിയിലാണ്, പിന്നെ 7 ശൈലികളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ അങ്ങോട്ട് ഉൾക്കൊണ്ട് ഒറ്റ ശൈലിക്ക് അങ്ങോട്ട് ആക്കിയതാണ് എന്നാണ് പിന്നത്തെ സംസാരം. ഉസ്മാൻ ഇങ്ങനെ ആക്കി എന്നറിഞ്ഞപ്പോഴുള്ള പിന്നെ വ്യാഖ്യാന കസർത്തുകൾ അങ്ങനെയാണ് വന്നത്. ഖുറൈശി ശൈലിക്ക് മാത്രമായി ഉസ്മാൻ ഇതിനെ ഏകീകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക റിപ്പോർട്ടുകളിൽ. ഞാനിത് വായിച്ചത് അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന കിതാബിലാണ്, ഇമാം സുയൂത്തിയുടെ കിതാബ്. ഇമാം സുയൂത്തിയുടെ കിതാബിൽ അങ്ങനെ എല്ലാ ശൈലിനും ഉൾക്കൊള്ളാൻ തക്ക രീതിയിൽ എഴുതിണ്ടാക്കി എന്നുള്ള രീതിയിലല്ല അവിടെ റിപ്പോർട്ട് എടുക്കുന്നത് ഖുറൈശി ശൈലിയിൽ അതിന് എഴുതാൻ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. എന്ന് മാത്രമല്ല ഒരൊറ്റ ശൈലിയിൽ
ആ ഒരൊറ്റ റസ്മുൽ ഉസ്മാനിയുടെ ആ ഒരു സ്കെലിട്ടൺ തന്നെയാണ് എല്ലായിടത്തേക്കും പകർത്തി ഇത് കൊടുത്ത് വെച്ചത്. അല്ലാതെ 5 or 6 അതിലധികമോ കോപ്പികൾ പലയിടത്തേക്ക് കൊടുത്ത് വെച്ചതിൽ ഓരോ നാടിനനുസരിച്ചുള്ള മാറ്റമൊന്നും വരുത്താനുള്ള ഒരു ഓർഡറും എവിടെയും ഇല്ല. എന്ന് മാത്രമല്ല, ഈ ഹർഫ് എന്ന് പറയുന്നത് സബ്അത്തി ഹർഫ് എന്ന് പറയുമ്പോൾ അത് 7 നാടിനെ കുറിക്കുന്നതാണോ, 7 ഗോത്രത്തെ കുറിക്കുന്നതാണോ, മറ്റേതെങ്കിലും രീതിയിലുള്ള 7 ശൈലിയെ കുറിക്കുന്നതാണോ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയപ്പെട്ട ഒരു ശൈലിയോ അല്ല ഒരു പേരോ ഒരു രേഖയോ ഒന്നുമില്ല. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയൊരു സാധനം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് സബ്അത്തി ഹർഫിൻ എന്താണ് എങ്ങനെയാണെന്നുള്ളതിൽ വളരെയധികം കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അതുപോലെ തന്നെ ഖിറാഅത്ത് എത്ര എണ്ണം മുഹമ്മദ് നബി അംഗീകരിച്ചു എന്നുള്ളതിനും ശരിക്കും കൃത്യമായ എണ്ണമൊന്നുമില്ല. ഈ 10 എണ്ണം എന്ന് പറയുന്നത് തന്നെ ശരിക്കും 20 എണ്ണം ഉണ്ടല്ലോ. 10 ഖിറാഅത്ത് എന്ന് നിങ്ങൾ പറയണ തന്നെ 20 റിവായത്തായിട്ട് വേറെ കിടക്കണില്ലേ? ഓരോന്നും 2 വീതം വഴികളിലൂടെ ആയിട്ട് 20 റിവായത്തോടെ കിടക്കുന്നുണ്ട്. ആ 20 റിവായത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ന്യായീകരണമൊക്കെ ഒരു ന്യായീകരണം മാത്രമാണ്. പിന്നെ പലർക്കും പറയുന്നത് അർത്ഥം മാറിയോ എന്നുള്ള ചോദ്യമാണ്. അർത്ഥം മാറിയിട്ടില്ലല്ലോ. അർത്ഥം മാറിയോ ഇല്ലയോ എന്നുള്ളതല്ല ചർച്ച, സ്കെലിട്ടണിൽ തന്നെ മാറ്റം വന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അതായത് 2 കൂട്ടർ ഞാൻ ഇവിടെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അർത്ഥം മാറും ചോദിക്കണം കേട്ടാൽ തോന്നും അർത്ഥം മാറിക്കണമെങ്കിൽ പ്രശ്നമാണ്, നമ്മൾ അംഗീകരിച്ചു. അർത്ഥം മാറിയതോ ആശയം മാറിയതോ ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചർച്ചയിൽ വരാൻ പോകുന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ മിസ്സായ അക്ഷരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിൽ തന്നെ 2 കൂട്ടരെയാണ് സെയിം ടൈമിൽ ഇപ്പോൾ നിലവിൽ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അബുൽ അഅ്ല മൗദൂദിയെ പോലെയുള്ള ആ ഒരു വാദം വിശ്വസിച്ച കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. എന്ത് വള്ളി പുള്ളി കുത്തു കോമ വ്യത്യാസമില്ലാതെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു തലക്കത്തെ രാജ്യത്ത് നിന്ന് എടുക്കുന്ന ഖുർആനും മറ്റേ തലക്കത്തെ രാജ്യത്ത് നിന്ന് എടുക്കുന്ന ഖുർആനും തമ്മിൽ ഒത്തു നോക്കിക്കഴിഞ്ഞാൽ അത് തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് വിശ്വസിക്കുന്ന കുറേ പാവങ്ങളുണ്ട്. എന്നാൽ ഇത് അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. കാരണം ഹഫ്സ്, വർഷ്, കാലൂൺ, ദൂരി, ഷുർബ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിൽ ഖിറാഅത്തുകളിൽ ചേഞ്ചുകൾ ഉണ്ടെന്നും അതിലൊക്കെ തന്നെയും ഈ രീതിയിൽ വള്ളി പുള്ളി കുത്തുകോമകളിലാകട്ടെ അല്ലാത്ത രീതിയിൽ തന്നെയും മാറ്റങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ അതൊക്കെ അംഗീകരിക്കപ്പെട്ട ഖിറാഅത്താണ് എന്ന് പറഞ്ഞിട്ട് അൺമാസ്കിംഗ് അനോമലീസ് ടീം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായി ഉദ്ധരിച്ച ഒരു കാര്യം, പ്രധാനമായി പറഞ്ഞൊരു കാര്യം അതിൻ്റെ സ്കെലിട്ടണിൽ ചേഞ്ച് കാണില്ല എന്നുള്ളതാണ്. ആ എഴുത്തിൻ്റെ സ്കെലിട്ടൺ എന്താണെന്നുള്ള ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്ന് ജസ്റ്റ് മോഡലായിട്ട് ഒന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ആ സ്കെലിട്ടണിൽ ഖുർആനിൽ ചേഞ്ച് ഒരിക്കലും വരില്ല എന്നുള്ളതാണ്. എന്നാൽ ആ സ്കെലിട്ടണിൽ പോലും ചേഞ്ച് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ പറയുന്ന നുണയാണ് എന്ത്, ആ സ്കെലിട്ടണിലുള്ള ചേഞ്ചും അന്നേ ഉസ്മാൻ എന്ത് ചെയ്താണ് എഴുതി സെറ്റാക്കിയതാണ്. അങ്ങനെ ഒരു സാധനമല്ല, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതെവിടെയാണ് പറയുന്നതെന്നുള്ള കിതാബ്, ആ കിതാബിലെ അധ്യായം ഏത് ഭാഗത്താണ് പറയുന്നത്, ആരാണ് അത് എഴുതിയ ആൾ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട്, അതുപോലെ അതിൻ്റെ അറബി സാഹിത്യം നിങ്ങൾ അവിടെ കൊണ്ടുവരും. കമൻറ്റ് ബോക്സിൽ ഇടി, ഞാനൊന്ന് വെരിഫൈ ചെയ്യട്ടെ അങ്ങനെ സാധനം ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഞാൻ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ എന്ന കിതാബിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. പിന്നെ ഇതിൽ അർത്ഥവ്യത്യാസം ഉണ്ടോ ഇല്ല എന്നുള്ളത്, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ അർത്ഥവ്യത്യാസം പ്രകടമായ അർത്ഥവ്യത്യാസം ഇല്ല. മറ്റേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാൽ അക്ഷരം മിസ്സിംഗ് ആണ്, പക്ഷേ അർത്ഥവ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇതിൽ അർത്ഥവ്യത്യാസം പ്രകടമായി ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഉണ്ട്. അത് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു മാറ്റം എന്ന് പറഞ്ഞുതരാം. ഈ തൗബയിലെ ഈ 105 വരെയുള്ള 105, 106, 107, 108 അങ്ങനെ പറയുന്ന ആയത്തുകളുണ്ടല്ലേ, 100 മുതൽ ഇങ്ങനെ വരുന്ന ആയത്തുകൾ ഓരോ കൂട്ടരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറാബികളിലും മറ്റുള്ള പല ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൂട്ടരുണ്ട്, പിന്നൊരു കൂട്ടരുണ്ട്, പിന്നൊരു കൂട്ടരുണ്ട്, അങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ ഒരു പിന്നൊരു കൂട്ടരുണ്ട് എന്നതിലേക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വാ എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷിൽ ആൻഡ് യൂസ് ചെയ്യുന്ന പോലെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആൻഡ് എന്നുള്ള യൂസ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് വല്ലദീന തഖദു മസ്ജിദൻ ളിറാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച ആൾക്കാർക്കും വേണ്ടി പള്ളി ഉണ്ടാക്കി കൊടുത്ത കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ആയത്ത് പറയുന്നത്. അപ്പോൾ അവരുമുണ്ട്, ആ കൂട്ടരും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുമ്പത്തെ ആയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഹഫ്സ് ഖുർആനിലുള്ളത്. എന്നാൽ വർഷ ഖുർആനിൽ അങ്ങനെയല്ല. വർഷ ഖുർആനിൽ ഒരു സെപ്പറേറ്റ് ഒരു ഭാഗം തുടങ്ങുന്ന പോലെ തന്നെ പറയാണ് അല്ലദീന തഖദു എന്ന് പറഞ്ഞിട്ട്, അതായത് ഇങ്ങനെ പള്ളി പണിത ഒരു കൂട്ടർ അവരുടെ പള്ളിയിൽ നബിയെ താങ്കൾ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു വിഷയം പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവിടെ അത് കിടക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു അർത്ഥത്തിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഒന്നിലൊരു തുടർച്ചയായിട്ടാണ് വരുന്നതെങ്കിൽ മറ്റിടത്ത് ആ ഒരു തുടർച്ച പോലെയല്ല അത് ഉള്ളത് എന്നുള്ളൊരു ഭാഷാപരമായ പ്രയോഗത്തിലുള്ള ചേഞ്ച് അവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവിടെ ചേഞ്ച് അർത്ഥത്തിൽ വലിയ മാറ്റമൊന്നുമില്ലെങ്കിൽ പിന്നെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പോൾ നിലവിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അക്ഷരത്തിൻ്റെ കാര്യമാണ് എന്ന് മാത്രമല്ല,
വള്ളിപുള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ സംരക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരും സ്കെലിട്ടൺ അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നവരും നുണ പറയാണ് എന്നുള്ളത് കൃത്യമായി വരച്ച് വെക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡുമായി സന്ധിക്കുമ്പോഴേക്കും വണക്കം.